ഹൈ ഫങ്ഷനിങ് ഡിപ്രഷനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. വർത്ത്ലെസ്നെസ് ആവുക, ഒരു ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവുക, ലോൺലിനെസ് ഉണ്ടാവുക, ഹെൽപ്ലെസ്നെസ് ആവുക, ഈ ഒരുപാട് കാര്യങ്ങളിലൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ കഥകളാണ് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നതിലൂടെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു തരം ഡിപ്രഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ. നിങ്ങൾ ഹൈലി ഫങ്ഷനിങ് ആയിരിക്കും, അതായത് നിങ്ങളുടെ ഒരു റൂട്ടീൻ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ എന്നിരിക്കലും നിങ്ങൾ ഡിപ്രഷനിലാണ് എന്നതാണ് ഈ ഒരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളൊരു ദിവസം മുഴുവനുള്ള എല്ലാ വർക്കും വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് തോന്നുകയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ വളരെ ഫാറ്റിഗാണ്, എനിക്ക് എനർജി തീരെ ഇല്ലാത്തതായിട്ട് തോന്നുകയാണ്. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളെയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വരികയാണ്. അതുപോലെ തന്നെ സ്ലീപ്പിലായാലും മറ്റ് ഡെയിലി ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ഡിസോർഡർ ആവുന്നുണ്ടാവും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം ഒരാൾക്കും, നിങ്ങളുടെ കൂടെയുള്ള ഒരാൾക്കും തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നുണ്ടാവില്ല. അത്തരത്തിൽ പോകുന്ന ഒരു ഡിപ്രഷനെയാണ് നമ്മൾ ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാളുടെ കൂടെ നിന്നാൽ മാത്രമേ ഇത്തരം ഒരു അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ.